മലയാള സിനിമ ഇൻഡസ്ട്രി മൊത്തമായും ചില്ലറയായും ലഹരി വിഴുങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകൻ എന്ന നിലയിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകൻ എന്ന നിലയിൽ ആദ്യത്തെ ഒരൊറ്റ വരി ഉത്തരവാണ് ഇതിനകത്തുള്ളത്. നിയമം ചിലന്തി വലയാണ്. ചിലന്തി വലയിൽ ചെറുപ്രാണികളായിട്ടുള്ളത് പെട്ടുപോകും. പക്ഷേ അതേ സമയത്ത് തന്നെ വലിയ പ്രാണികളായിട്ടുള്ളതാണെങ്കിൽ ആ വലയെല്ലാം പൊട്ടിച്ചു പോകും. അതാണ് സാധാരണ കാണാറ്. നിയമത്തിൻ്റെ സംബന്ധിച്ച് അത്രയും എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ ഇപ്പോൾ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ കല എന്ന് പറയുന്നത് ഏത് കലയുള്ളിടത്ത് കലാപം ഉണ്ടാകാൻ പാടില്ല, കലാപ അന്തരീക്ഷങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതാണ് കലകളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാണുന്നത്. കലയുള്ളിടത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള കലകളും കലാപത്തിന് പ്രേരകമായിട്ടുള്ള വസ്തുവകകളും എല്ലാം ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ഇവർ ആരുടെയെങ്കിലൊക്കെ കടമെടുത്ത് എഴുതുന്നതാണോ, ഏതെങ്കിലും പഴയ നോവലിൽ നിന്ന് എടുത്ത് വല്ല ഇംഗ്ലീഷ് നോവലിൽ നിന്നൊക്കെ എടുത്ത് പകർത്തി എഴുതുന്നതാണോ എന്താണെന്നൊരു സംശയം പോലും പുതിയ പുതിയ സിനിമകളാണ്. അതെ, പുതിയ കോപ്പിയടി വലുതാണ് ഇതൊക്കെ. കാരണം ഇവർക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അവരുടെ അത്രയ്ക്കും കഴിവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. ലഹരിയില്ലാതെ ഒരു പുതിയ ഒരു കഥ എഴുതാൻ സാധിക്കില്ലെന്നാണ് ഒരു വലിയ കലാകാരൻ പറഞ്ഞത്. ശരി, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഏറ്റവും മ്ലേച്ഛമായൊരു ഇതാണ് ആ വർത്തമാനമാണ് ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് ഈ MT വാസുദേവൻ, മുൾക്ക്രാജ് ആനന്ദ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ എഴുതിയത്. അവരൊന്നും ലഹരി ഉപയോഗിച്ചതാണ്. തകഴി ശിവശങ്കരപ്പിള്ള ഇവരൊക്കെ ലഹരി ഉപയോഗിച്ചവരാണ്. മുട്ടത്ത് വർക്കി ഇവരൊക്കെ ലഹരി ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അതൊന്നല്ല, ഇതൊക്കെ വെറുതെ ശുദ്ധ ബോഷ്കായിട്ടുള്ളൊരു കാര്യങ്ങൾ, ന്യായീകരണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതൊക്കെ തെറ്റാണ്. നമുക്കിത് ഇത് സർഗവാസനയുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കണമെന്നില്ല. അത് അല്ലാതെ തന്നെ ആ സർഗവാസന തെളിഞ്ഞു വരും. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണത്. ശരിക്കും വലിയ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സമൂഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കലാരംഗത്തെ പൂർണ്ണമായും ലഹരിയും അതോടൊപ്പം തന്നെ ലൈംഗികാസക്തിയും പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീജനങ്ങൾക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളുണ്ട്. ഈ സ്ത്രീകളും ഇത് ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഈ അടുത്ത കാലത്തുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരും ഇതിനെല്ലാം പ്രേരകമായിട്ട് നിൽക്കുമ്പോൾ ഈ സ്ത്രീത്വത്തിന് അപമാനമാകുന്ന രീതിയിലായിട്ട് എനിക്ക് തോന്നാറ്. ശരിക്കും ഒരു പുതിയതായി വന്ന ഒരു നടി അല്ലെന്നുണ്ടെങ്കിൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്താൽ ഇനി അടുത്തൊരു സിനിമയിലേക്ക് അവസരം ലഭിക്കണമെങ്കിൽ അവർ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമാകേണ്ടതായിട്ട് വരുന്നു എന്നുള്ള കാര്യമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞു. ഈ നടികളെ സംബന്ധിച്ച് എല്ലാവരും സിനിമാ ഇൻഡസ്ട്രി ഒരു വ്യവസായം എന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത്. വ്യവസായമാകുമ്പോൾ ചില നീക്കുപോക്കുകളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് അനുഭവമുള്ള നടിമാർ തന്നെ പറയുന്നു. അപ്പോൾ ഇതില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഈ നടിമാർ പറയുന്നത്. അപ്പോൾ പുതിയ നല്ല രീതിയിൽ അഭിനയിക്കും അതിൻ്റെ അവരൊക്കെ കലാസൃഷ്ടി പ്രകടിപ്പിക്കാൻ കഴിയുന്നവർ ചിലപ്പോൾ വരില്ല ഈ രംഗത്തേക്ക്. ഇത് ശരിക്കും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സഞ്ചാരമാണോ, അല്ലെന്നുണ്ടെങ്കിൽ കലാരംഗത്തെ ഈ ലൈംഗികാസക്തി അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റുകയാണോ സമൂഹം? അല്ല, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. അതിൽ കുറേ കാര്യങ്ങൾ പലരുടെയും വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അവിടെ നടക്കുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവങ്ങളാണെന്നാണ് മനസ്സിലാകുന്നത്. പലരുടെയും മൊഴികളും മറ്റുള്ള കാര്യങ്ങളും വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ശരിക്കും അനുഭവങ്ങൾ തുറന്നു പറയുന്നതാണ് ഈ അടുത്ത കാലങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ. അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.